തെണ്ടിക്കൂടെ? മാറിക്കട അങ്ങോട്ട്. ശങ്കുണ്ണി ഇറങ്ങി വാടാ. നീ എവിടെ വിളിച്ചാലും നിന്നെ ഞാൻ പൊക്കൂടാ. അവന്റെ ഒരു നമ്പൂതിരി റൈസ് അത് തന്നെ. എന്നാണ് നീ നമ്പൂരിയായത്? നിന്നെ ഞാൻ പുതപ്പിച്ച് കിടത്തൂടാ. കുറച്ചുകൂടെ പറ. കുറച്ചുകൂടെ അങ്ങ് പറ. ഇയാളാണല്ലേ ഉണ്ണിയച്ഛനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചത്. മതിയായില്ലേ ഫ്രണ്ടേ, ആരും ശ്രദ്ധിക്കുന്നില്ലല്ലടാ. ശരിയാണല്ലോ. ആരും കേട്ട് കാണത്തില്ലേ? ചേട്ടാ, എനിക്ക് തോന്നിയമാരല്ല ഹിന്ദിക്കാരാണ്. സുഗമ ഹിന്ദി പാസ്സായ എന്നോടാ. കുറച്ചുകൂടെ പറ. നമ്പൂതിരി സാലേ. ചേട്ടാ, ചേട്ടന്റെ ഹിന്ദി വർക്കായി. ബാപ്കോ मैंने പഴംപൊരി बनाऊंगा. എന്താ പ്രശ്നം? ഇവനുണ്ടല്ല, ഇവൻ നമ്പൂതിരി ഒന്നുമല്ല. കച്ചവടത്തിന് വേണ്ടി നമ്പൂതിരിയല്ല എന്തുമാകും അവൻ. എന്ത് നമ്പൂതിരി? അത് കമ്പനിയുടെ പേരല്ലേ? ആഹാ, അന്തർജന അകത്തുണ്ടായിരുന്നോ? നമ്പൂതിരിയല്ലേ അകത്ത്? ഓവറാക്കണ്ട. അന്തർജനമൊന്നല്ല. പിന്നെ അതറിയത്തില്ല. മിസ്സിസ് നമ്പൂതിരി. നിന്നെയും കത്തിക്കും ഞാൻ തീട്ടത്തില്. ചേട്ടാ, ചവിട്ടിന്നറി. നീ പറഞ്ഞൂടെ നാറ്റിക്കണ്ട. ശരി ചേച്ചി. എല വെട്ടിക്കോടാ. നിന്റെ അപ്പനെ കിടത്താം. നിന്റെ അപ്പനെ ഞാൻ പുതപ്പിക്കൂടാ. ചേട്ടാ, ഉണ്ട് ചേട്ടാ. ഇത് കണ്ട, ഇതുപോലെ പൊതിപ്പിക്കും ഞാൻ. കണ്ട, കാലിന് പണി കെട്ടി. എടുക്കെടുക്ക. എന്റെ മുണ്ട് പോയാലെന്ത്? ചേട്ടൻ പൊളിച്ച്. താങ്ക് യു. കൃത്യം ഇഷ്ടമില്ലാത്തവന്മാര്. നേരത്തെ വന്ന് നിപ്പുണ്ടാവന്മാര്. സഖാവ് ചെന്നോളൂ. അയ്യപ്പ സ്വാമി, വാ, നമുക്കും കേറാം. ചേട്ടാ, നല്ലോണം കഴിക്കും. ചെറിയ നാറ്റം എപ്പോഴും ഉണ്ട്. ശരിക്കും ശരിക്കും. ഡ്രൈവർ നിർത്ത. ഏത് ഡ്രൈവറിനാ? കുത്തുമ്പം കാണുന്ന. ഓ, പെൻ ഡ്രൈവ്. അത് അണ്ണന്റെ പോക്കറ്റിലാണ്. സഖാവേ, എന്റെ വീടും മില്ലും കടന്നാക്രമിച്ചു. പോരാത്തതിന് വധശ്രമം. കഷ്ടിച്ചാ ഞാൻ രക്ഷപ്പെട്ടത്. അതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഈ CCTV-യിലുണ്ട്. സഖാവേ, നമ്മൾ എന്തെല്ലാം സമരമുറകൾ പ്രയോഗിച്ചിരിക്കുന്നു. പക്ഷെ ഇത് അങ്ങനെയാണോ? ഈ നാട്ടിൽ എത്രയോ കേസുകൾ ജനങ്ങൾ തോൽക്കുന്നു എന്ന് വിചാരിച്ചു ഒരു ലോറിക്ക് ആളെ വിളിച്ച് പറമ്പിൽ തൂറിക്കുകയാണ് ചെയ്യണത്. ഒന്നുമില്ല. ഹാർട്ട് അറ്റാക്ക്. മാധവ, സഖാവേ പറയൂ. ഇതൊരു ഉപകാരമായിട്ട് കൂട്ടിയാ മതി. എന്ത് തൂർന്നതാ? എടോ, ഇത് തെങ്ങിന് വളമല്ലേ? പിന്നെ വളം എങ്കിൽ കുറിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവെക്കാം. സഖാവേ, സഖാവിന്റെ ഭാര്യയും കുട്ടികൾ ആരെങ്കിലും അപമാനിച്ചാൽ സഖാവിന് സങ്കടം വരോ? മാധവ, സഖാവേ, ഇത് ഭാര്യയല്ല, പറമ്പ. സഖാവേ, ഞാൻ ഈ കേസ് അറിയുന്നത് തന്നെ നാട്ടുകാർ പറഞ്ഞിട്ടാ. അല്ലെ തന്നെ ഞാൻ ഇമ്മാതിരി അപ്പി കേസുമായിട്ട് പോകുന്നു സഖാവിന് തോന്നുന്നുണ്ടോ? ഈ പട്ടി ആ പരിസരത്ത് കണ്ടവരുണ്ട്. ഉണ്ട്. പട്ടിയല്ല, പെട്ടിന്നാണ് അയാൾ വിളിക്കുന്നത്. പെട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെ ചുമ്മാ ആരോപണങ്ങളല്ലേ സഖാവേ? കണ്ടവരുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ. നിങ്ങൾ രണ്ടുപേരും നമ്മുടെ പാർട്ടിക്കാരായിപ്പോയി. അല്ലെങ്കിൽ ഈ കേസ് പുഷ്പം പോലെ പരിഹരിക്കായിരുന്നു. അട്ടെ, എത്ര പേരുണ്ടായിരുന്നു? ഇല്ല, ഒന്നുമില്ല. ആംബുലൻസ് വിളിക്കണോ? എത്ര പേരുണ്ടായിരുന്നു? തൂറാനോ? 15. അതെങ്ങനെ മാധവന് കൃത്യമായിട്ട് പറയാൻ പറ്റി? എന്തായാലും ചവിട്ടി. പിന്നെ നടന്നങ്ങടെ ഞാൻ എണ്ണി. മേജർ പുതിയ ലോക്കൽ സെക്രട്ടറിനെ നോക്കേണ്ടി വരുമോ? ഗ്യാസിന്റെ ഒന്നുമില്ല. ഇല്ല, അറ്റാക്കാണ്. വണ്ടി വിളിടാ. എന്തു പറ്റി? എല്ലാരും വീണോ? മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ എല്ലാരും വീണോ? പോകുമ്പോ കഴിവുണ്ടാശാനെ. ആണോ? അണ്ണാ, ഇത് നോക്ക്. അതെങ്ങനെയുണ്ട്? കൊച്ചു പ്രായത്തെ അവന്റെ വെടിവെപ്പ്. ഇങ്ങോട്ട് വന്നേ, എനിക്ക് വേറൊരു കേസ് ചോദിക്കാനുണ്ട്.
ആൾക്കൊന്നിന് 2000 വെച്ച് 20 പേരെ തൂറിപ്പിക്കാൻ 40,000 രൂപ നീ എൻ്റെ നിന്ന് വാങ്ങി. എന്നിട്ട് അവന്റെ കണക്കിന് 15 പേരല്ലേടാ ഉള്ളു. ബാക്കി 10,000 രൂപ എവിടെ? അപ്പൊ ഞാൻ എടുത്തതാണ് അണ്ണൻ പറയുന്നത് 10,000 രൂപ. കണക്ക് പറയടാ. ഞാനല്ലേ? പിന്നല്ലാതെ അണ്ണ ഒരു 10,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ അകത്തുനിന്ന് അരിച്ചാക്ക മറിച്ചടിച്ചാൽ അണ്ണന്റെ RC ബുക്ക് പണയം വെച്ച് ഞാൻ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുമായിരുന്നേ. അല്ലാതെ തീട്ടപ്പണിക്ക് പോകേണ്ട കാര്യമില്ല എനിക്ക്. നിന്റെ സെന്റ് കയറി വണ്ടി കയറി. ചുമ്മാ അരി അണ്ണ ഇങ്ങനെ സത്യസന്ധത ചോദ്യം ചെയ്യരുത് ആര്. ഞാനങ്ങ് ഇല്ലാതെ ആയിപ്പോയി. അത് പറ്റി നീ കയറി കരണ്ട വണ്ടി. എല്ലാരും തീറ്റിക്കാം എന്ന് വെച്ച് ഒന്നിച്ച് തൂറ്റിക്കാൻ പറ്റൂ? ചേട്ടാ വൈകുന്നേരം വരുമ്പോ അരിയുടെ കണക്കും RC ബുക്കും തന്നെ ഏൽപ്പിക്കണം. അതാണ്ട് വീണ്ടും വിശ്വാസക്കുറവ്. എന്താ ഇതിനകത്ത് ഇപ്പോഴും ഒരു നാറ്റമുണ്ട്. ഇല്ല, ഞാൻ മാധവൻ ചേട്ടന്റെ കള്ള് മേടിച്ചു കുടിച്ചിട്ടുണ്ട്, പക്ഷെ കാശ് അടിച്ച് മാറ്റിയിട്ടില്ല. ശരിക്കും അവരുടെ കാശടിച്ച് മറ്റേത് വേറെ 2 പേരാണ്. ഒരു ചേട്ടനും ഒരു അനിയനും. ഇത് ഇച്ചിരി പോത്താ, ഇത്തിരി പന്നി. ഞങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കിട്ട് എനിക്കറിയാം എന്റെ ചങ്കുണ്ടി ചേട്ടന്റെ പൈസ നാളെ കിട്ടും. ഇതെല്ലാം നമ്മളല്ലേ സാർ? രണ്ട് കുഴലുള്ള തോക്ക്. കിളമക്കന്നെ ഉന്നം പറഞ്ഞോണ്ട് രക്ഷപ്പെട്ടു. എന്റെ അളിയ അങ്ങേക്ക് എവിടെ നളിയാ തോക്ക്? എടുത്ത് വെച്ച് വെടിവെച്ച് കളഞ്ഞളിയ അയാള്. ഞാൻ വിചാരിച്ചു ഉണ്ട് ഇതുവഴി കയറി ഇതുവഴി പോകുന്നു. എന്റെ അമ്മേ, ഹൈക്കോടതി കൊണ്ടുപോയി കാശ് കളയെന്ന് വെച്ചിട്ട് അമ്മയും മോനും കൂടെ താഴിട്ട് കൂട്ടിയിരിക്കുക. ഇതിന്റെ അപ്പുറം ചാടി കടന്നിട്ടുണ്ട്. ചോദിച്ചിട്ടില്ലേ എന്ത് പദ്ധതി ഒപ്പിക്കാനാ പാതിരാത്രിക്ക് പുറത്തേക്ക് പോയിന്ന്? എന്നെ കേരളക്ക് വിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞ പറ്റില്ല. അച്ഛാ മുഖത്തോക്കച്ചാ, അച്ഛാ മുഖത്തോക്കാൻ. നിങ്ങളുടെ കേസ് കൂട്ടി പാലീസായില്ലേ? നിങ്ങളുടെ വൈരാഗ്യം കാരണേ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ മേലുണ്ടായി. നാട്ടുകാരനെ ഇപ്പം എന്താ വിളിക്കണമെന്നറിയോ? തീട്ടൻ ഷീനൂന്ന്. അതിന് ഞാനാണ് അത് ചെയ്യിപ്പിച്ചതെന്ന് നിന്നോട് ആരാ പറഞ്ഞ? കൊണ്ട്